നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള 2025 എല്ലാ കറണ്ട് അഫയേഴ്സും ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ജോയിൻ ചെയ്തേക്കാം. അപ്ഡേറ്റ്സുകളൊക്കെ ടെലഗ്രാം ചാനൽ വഴിയാണ് നൽകുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ഫാക്ട് ദേശീയ ശാസ്ത്ര ദിനത്തെ കുറിച്ചാണ്. ദേശീയ ശാസ്ത്ര ദിനം എന്ന ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. അപ്പൊ 2025 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? അത് മലയാളത്തിലേക്ക് വരുമ്പോൾ കുറച്ചിച്ചിരി ഒന്ന് വലുതാണ്. നോക്കാം. വികസിത ഭാരതത്തിനായി ശാസ്ത്രത്തിലും നവീകരണത്തിലുമുള്ള ആഗോള നേതൃത്വത്തിന് വേണ്ടി ഇന്ത്യൻ യുവതയെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യൻ യുവജനങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു തീമായിരുന്നു ഇത്തവണത്തേത്. വികസിത ഭാരതത്തിനായി ശാസ്ത്രത്തിലും നവീകരണത്തിലുമുള്ള ആഗോള നേതൃത്വത്തിന് വേണ്ടിയിട്ട് ആരെ ശാക്തീകരിക്കുക? ഇന്ത്യൻ യുവജനതയെ ശാക്തീകരിക്കുക എന്നുള്ളതായിരുന്നു 2025 തീം. അപ്പൊ ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫെബ്രുവരി 28. അടുത്ത ഫാക്ട് നോക്കാം. പ്രപഞ്ച പഠനത്തിന് വേണ്ടി നാസ അടുത്തിടെ വിക്ഷേപിച്ച ദൂരദർശിനിയുടെ പേരാണ് സ്ഫെറക്സ്. സ്ഫെറക്സ് എന്ന ദൂരദർശിനി നാസ വിക്ഷേപിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ലക്ഷ്യം എന്താണ്? പ്രപഞ്ചത്തിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള പഠനം. അപ്പൊ പ്രപഞ്ചത്തിന്റെ പഠനത്തിന് വേണ്ടി നാസ വിക്ഷേപിച്ച ദൂരദർശിനിയാണ് ഏത്? സ്ഫെറക്സ് എന്ന ദൂരദർശിനി. ഓർക്കുക. പ്രൈം മിനിസ്റ്ററുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അടുത്തിടെ നിയമിതനായ മുൻ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ഇപ്പോൾ നിലവിൽ പ്രൈം മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെന്ന് ഓർക്കുക. ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ശക്തികാന്ത ദാസ് മുൻ RBI ഗവർണറാണ്. ഇപ്പോൾ നിലവിൽ ഇദ്ദേഹം പ്രൈം മിനിസ്റ്ററുടെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെന്ന് ഓർക്കുക. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ 2025 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ അനോറ എന്ന ചിത്രമാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അനോറ എന്ന ചിത്രത്തിനാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തത് ഷോൺ ബേക്കർ ആണ്. അപ്പൊ ഈ ചിത്രത്തിന് ആകെ എത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു എന്ന് ചോദിച്ചാൽ 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. മികച്ച സിനിമ, മികച്ച സംവിധായകൻ, മികച്ച നടി തുടങ്ങി 5 പുരസ്കാരങ്ങൾ അനോറ എന്ന ചിത്രത്തിനാണ് ലഭിച്ചത് എന്ന് ഓർക്കുക. 2025 97ാമത് ഓസ്കാർ പുരസ്കാരം. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭയാണ്. രഞ്ജി ട്രോഫി നേടിയത് വിദർഭയാണ്. ഫൈനലിൽ കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ്. വിദർഭയ്ക്കാണ് 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ലഭിച്ചത് എന്ന് ഓർക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടും. അതിന് ഉദാഹരണം ഞാനാണ്. അപ്പൊ നമുക്ക് ജോലി വേണം എന്ന് പറഞ്ഞ് പഠിക്കുമ്പോഴത്തേക്കും എന്തായാലും ജോലി കിട്ടും. നമ്മൾ ഉഴപ്പി പഠിക്കുമ്പോഴാണ് വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഓക്കെ, ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് വേണ്ട കാര്യങ്ങൾ ഇന്ന് വലിച്ചു വാരി IAS പഠിക്കുന്ന പോലെ വലിച്ചു വാരി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. PSC ചോദിക്കുന്ന ഏരിയാസ് ഉണ്ടല്ലോ, അത് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കാം. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നിരന്തരം പഠിച്ചോളൂ. SCERT നിരന്തരം അരച്ചു കളിക്ക് പഠിച്ചോളൂ. നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ഈ ജോലി കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നതേ അധികം വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെന്ന് എന്റെ അഭിപ്രായം. നമ്മൾ എപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു അപ്പൊ നമുക്ക് ലക്ഷ്യം നമുക്ക് കിട്ടും എന്നൊരു ഉറപ്പ് വരും. അപ്പൊ പരീക്ഷാ ഹാളിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേ ഇത് എനിക്കുള്ളതാണ് എന്നൊരു തോന്നൽ വരും കേട്ടോ. ആ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കും. ഓക്കെ, നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പില് പുതിയ കോഴ്സുകളെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസ് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ്. May 21 പരീക്ഷ. അതുകൊണ്ട് തന്നെ 50 days റിവിഷൻ പ്ലാൻ അടക്കം നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പുതിയ ബാച്ച് കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ സിലബസ് കവറേജ് ആണ്. പുതിയ SCERT ഉണ്ടാകും,
പഴയ SCRT ഉണ്ട്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ട്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK ഉണ്ട്. ഇതെല്ലാം കൂടി അടങ്ങിയ ഒരു പാക്കേജ് ആണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഹോം പേജിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അവൈലബിൾ കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ് എല്ലാ കോഴ്സിനും. ഇപ്പൊ റണ്ണിംഗ് ആയിട്ടുള്ള കോഴ്സുകൾ സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടിയിട്ട് കോഴ്സ് റണ്ണിംഗ് ആണ്, അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്, ഫയർമാന് വേണ്ടി സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്, അതുപോലെ ജനറൽ PSC ബാച്ച് റണ്ണിംഗ് ആണ്, 10th പ്രിലിംസിന് വേണ്ടിയിട്ട് 2025 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി PSC വിളിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ, ഡിഗ്രിക്കാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കമ്പനി LGSന് വേണ്ടിയിട്ട് നമ്മൾ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. VFAക്ക് വേണ്ടി പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് കോഴ്സ് ഓപ്പൺ ആണ്. അതുപോലെ ബെഫ്കോ LDക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഓപ്പൺ ആണ്. എല്ലാത്തിലേക്കും നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്, എല്ലാ ടോപ്പിക്സും. ഓക്കെ, ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ എന്നോട് ഡയറക്ട്ലി ചോദിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. DRDO അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ഒരു ടാങ്ക് വേദ മിസൈൽ ഉണ്ട്. 3ാം തലമുറ ടാങ്ക് വേദ മിസൈൽ ഏതാണ്? നാഗ് MK2 ആണ്. നാഗ് MK2. അപ്പൊ DRDO അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച 3ാം തലമുറ ടാങ്ക് വേദ മിസൈൽ ആണ് ഏത്? നാഗ് MK2. കുംഭവാണിയ പേര് തന്നെയുണ്ട്. മഹാകുംഭമേളയുടെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആകാശവാണി സ്റ്റാർട്ട് ചെയ്ത FM റേഡിയോയാണ് ഏത്? കുംഭവാണി. FM സ്റ്റേഷനാണ് ഏത്? കുംഭവാണി. അപ്പോ ഇതിന്റെ പ്രവർത്തനം മഹാകുംഭമേള കഴിഞ്ഞപ്പോഴത്തേക്കും തീരുകയും ചെയ്തു. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഒരു FM സ്റ്റേഷനാണ് ഏത്? കുംഭവാണി എന്നത്. കുംഭവാണി. അടുത്തിടെ കേന്ദ്ര സർക്കാർ നവരത്ന പദവി നൽകിയ സ്ഥാപനങ്ങളാണ് IRCTCയും IRFC, ഇന്ത്യൻ റെയിൽവേ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. IRFC ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, അതുപോലെ IRCTC എന്നിവയ്ക്ക് നവരത്ന പദവി നൽകി. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ നവരത്ന പദവി ലഭിച്ചത് IRCTCക്കും IRFCക്കും ആണെന്ന് ഓർക്കുക. അടുത്തിടെ ഹിമപാതം മൂലം നിരവധി പേർ അപകടത്തിലായത് എവിടെ? ചമോലിയിലാണ്. ഉത്തരാഖണ്ഡിലെ ചമോലിയിലാണ് ഹിമപാതം കാരണം നിരവധി പേർ അപകടത്തിലായത്. അടുത്ത ഫാക്റ്റും ഇമ്പോർട്ടന്റ് ആണ്. ആദ്യ, പുണ്യ എന്നിവ നെല്ലിനങ്ങളാണ്. അടുത്തിടെ ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം, അതും ചോദിച്ചിട്ടുണ്ട്, PSC പ്രീവിയസ് ആണ്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ അടുത്തിടെ വികസിപ്പിച്ച ആദ്യ, പുണ്യ എന്നിവ എന്തിനങ്ങളാണ്? നെൽവിത്തിനങ്ങളാണെന്ന് ഓർക്കുക. നെൽവിത്തിനങ്ങൾ. അടുത്ത ഫാക്ട്, ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ? റൈറ്റേഴ്സ് വില്ലേജ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് താനോ. ഉത്തരാഖണ്ഡിലെ താനോ ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റൈറ്റേഴ്സ് വില്ലേജ് അഥവാ എഴുത്തുകാരുടെ ഗ്രാമം. 2024 നവംബർ 18 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നും വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹം ഏത്? GSAT-20. അപ്പൊ GSAT-20 വിക്ഷേപിച്ച ഡേറ്റ് 2024 നവംബർ 18. ഇന്ത്യയിൽ നിന്നല്ല, അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നാണ് ഈ GSAT-20 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് എന്ന് ഓർക്കുക. സംസ്ഥാനത്ത് സർക്കാർ ജോലികളിൽ വനിതാ സംവരണം 35% സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. മധ്യപ്രദേശ് ആണ് സംസ്ഥാനത്ത് അടുത്തിടെ വനിതാ സംവരണം 35% സംസ്ഥാനം. ഓക്കെ, മധ്യപ്രദേശ്. അപ്പൊ പറഞ്ഞ ഫാക്ട്സ് ഇതൊക്കെയാണ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. അതിന്റെ പ്രമേയം ഓർത്തിരിക്കുക. നാസയുടെ ദൂരദർശിനി പ്രപഞ്ച ചരിത്രത്തെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി സ്പെറക്സ് എന്ന ദൂരദർശിനി. പ്രൈം മിനിസ്റ്ററുടെ 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശക്തികാന്ത ദാസ്. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചത് അനോറ എന്ന ചിത്രത്തിനാണ്. 5 പുരസ്കാരമാണ് ലഭിച്ചത്. ഷോൺ ബേക്കർ എന്ന സംവിധായകനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. 2024-25 രഞ്ജി ട്രോഫി കിരീടം ലഭിച്ചത് വിദർഭ ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി. DRDOയുടെ നാഗ് MK2 എന്ന ടാങ്ക് വേദ മിസൈലിന്റെ കാര്യം ഓർക്കുക. കുംഭവാണി എന്നത്
FM റേഡിയോ ആകാശവാണി സ്റ്റാർട്ട് ചെയ്തത്. നവരത്ന പദവി അടുത്തിടെ ലഭിച്ചത് IRCTCക്കും IRFCക്കുമാണെന്ന് ഓർക്കുക. അടുത്തിടെ ഹിമപാതം മൂലം നിരവധി പേർ അപകടത്തിലായത് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ്. ആദ്യ, പുണ്യ എന്നിവ നെല്ലിനങ്ങളാണ്. അടുത്തിടെ ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ച നെൽവിത്തിനങ്ങളാണ് ആദ്യ, പുണ്യ എന്നിവ. ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം ഏത്? താനോ ഗ്രാമമാണ്. താനോ ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. 2024 നവംബർ 18 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നും വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹമാണ് GSAT-20. വനിതാ സംവരണം, സംസ്ഥാന സർക്കാർ ജോലികളിൽ വനിതാ സംവരണം 35% സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ഓക്കെ, അപ്പോ ഇത്രയും ഫാക്ട്സ് ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളാം. ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ ഇനി, അപ്പൊ സീറ്റ് ഉറപ്പിച്ചോളാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.